പിന്നെ നമുക്ക് നമ്മളെ ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഫയൽ ഇവിടെ ബ്രൗസ് ചെയ്യാം. പക്ഷേ ഫോർമാറ്റ് ഏകദേശം ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് വേണ്ടതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതുള്ള ഫോട്ടോസ് ഇതിപ്പോൾ ഇതാണ് എൻ്റെ ഒരു പുതിയ ഫോട്ടോ. ഇതാണ്. അപ്പോൾ ഇതിൽ ഏകദേശം ഡയമെൻഷൻ വരുന്നത് ഒരു 20x16 ക്രോസ് അങ്ങനത്തെ ഒരു എമൗണ്ട് ഇതിലാണ് വരുന്നത്. പിന്നെ സൈസും കൂടിയാണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് കംപ്രസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആദ്യം ഈ ഒരു ഡയമെൻഷന് സെറ്റാക്കാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു ഓൺലൈൻ ഫോട്ടോഷോപ്പിൽ നിന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ലിങ്ക് ഇത് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് സാധനം കിട്ടും. ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യല്ല, ഡയമെൻഷൻ മാറ്റാനാണല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു എമൗണ്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. ആ ഒരു ഡയമെൻഷൻ പറഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് സൈസല്ല, സൈസ് എന്ന് പറയാം. അതിൻ്റെ സൈസ് പറഞ്ഞാൽ മെമ്മറി സൈസ് അല്ല, ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഇത്. അപ്പോൾ ഈ ഒരു ഇതിലോട്ട് ആക്കാൻ നമ്മൾ ന്യൂ പ്രോജക്റ്റ് എടുത്താൽ നമുക്ക് ഇവിടെ കാണും പിക്സൽസ് ആണ്. അപ്പോൾ എന്താ ഇവിടെ പിക്സലാണ് കൊടുത്തിട്ടുള്ളത്, PX. അപ്പോൾ പിക്സലിൽ കൊടുക്കുക. പിന്നെ വിഡ്ത്തും ഹൈറ്റും ആണ്. വിഡ്ത്ത് പറയുന്നത് ഈ ഒരു ഇവിടെ നിന്ന് കണ്ടുള്ളതും ഇവിടെ നിന്ന് ആണ്ടുള്ളതാണ് ഹൈറ്റ് വരിക. അപ്പോൾ ഏറ്റവും കുറഞ്ഞതായിരിക്കും വിഡ്ത്ത് ഉണ്ടാവുക. 213 വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അത് വിഡ്ത്തിൻ്റെ ഭാഗത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 272 272. ഓക്കെ, 213ഉം 272 ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ല, ഫുള്ളായിട്ടാണ് നമ്മൾ കവർ ആവുക. ജസ്റ്റ് എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇമേജ് സൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി നമ്മുടെ ഏതാണ് ഇമേജ് വേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ഇമേജ് വേണ്ട ഇമേജ്. ഇതിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ജസ്റ്റ് ഇതേപോലെ വരും, കംപ്ലീറ്റ് ഫുള്ളായിട്ട്. ഇനി നിങ്ങളുടെ ഇമേജ് ചിലപ്പം വലുതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിങ്ങനെ ചെറുതായി കൊടുത്താൽ മതി. എങ്ങനെ സൈസ് ഇത് പിന്നെ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് വന്ന് നോർമലായിക്കൊണ്ട് വന്ന് ഇതേപോലെ കൊടുക്കാം. കുറച്ച് താത്തണമെന്നുണ്ടെങ്കിൽ താത്തിയാണ്ട് സെൻറ്ററിൽ ഫേസ് വരുന്ന രീതിയിലാക്കാം ആണെങ്കിൽ. ഓക്കെ, ഇതാണ് ഇത്. നമുക്ക് ഈ ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സാധാരണ ഫോട്ടോഷോപ്പ് എങ്ങനെ ചെയ്യണം അതേപോലെ തന്നെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. PNG ഇവിടെ പറഞ്ഞ ഫോർമാറ്റ് വരുന്നത് JPG ആണ്. അപ്പോൾ JPGയിൽ എടുത്താൽ മതി. JPG ഇതിലിഞ്ഞ് സൈസ് നോക്കുന്നത് ഇവിടെ ആയിരിക്കും തോന്നണേ. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് 30 KB ആണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഏകദേശം 50 സംതിങ് KB ഇരിക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പിന്നെയും ഇത്രയും കുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കുക 25 ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഇത് മാറത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം ഫയൽ സൈസ് പറഞ്ഞാൽ 30 KB. അപ്പോൾ 30 പോയിൻ്റ് വരാൻ പാടില്ല. അപ്പോൾ 98.9 കൊടുത്ത് നോക്കുക. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പോയിൻ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ 98ൽ നിർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് കിട്ടും. അതായത് 25 KB ആണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ അത് ഇനി ജസ്റ്റ് വിഡ്ത്തും ഹൈറ്റൊക്കെ ജസ്റ്റ് നോക്കുക. JPG ആണ് ഫോർമാറ്റ് വരുന്നത്. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ JPG നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യണം അതേപോലെ നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് ഇവിടെ എവിടെയും പോയി സേവ് ചെയ്താൽ ഒക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കിടക്കും. ജസ്റ്റ് നമുക്ക് നോക്കണമെങ്കിൽ നോക്കാം. ഞാൻ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ക്വാളിറ്റി അധികം കൊണ്ട് പോവില്ല. സൂം ചെയ്യുമ്പോൾ അല്ലാത്ത ഈ ചെറുതാക്കണതിൻ്റെ കംപ്രസ് ചെയ്യണ ആ ക്വാളിറ്റി പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഓൺലൈൻ കുറേ ഇതുണ്ടാവും, പക്ഷേ ഇങ്ങനെ
നമ്മൾ മാനുവലി ചെയ്യണേക്കാളും ബെറ്റർ. എന്നിട്ട് ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു പിക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇതാക്കിയിട്ട് ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മളെ സർട്ടിഫിക്കറ്റിൽ വരിക ചേഞ്ച് ഫോട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോട്ടോ മാനുവലി ആയിക്കാണ്ട് അതിൻ്റെ ഈ പിക്സലും ഡയമെൻഷനും അങ്ങനത്തെ കാര്യങ്ങൾ, ഡയമെൻഷനും പിക്സലും ഒക്കെ ആയിക്കാണ്ട്, അല്ല പിക്സൽ സൈസൊക്കെ ആയിക്കാണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ കാര്യം കുറച്ചുകൂടി ബെറ്റർ. ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓൺലൈനായിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇത് യൂസ് ചെയ്താൽ ലോഗിൻ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് സാധാരണ ചെയ്യണം, അതിനാ ചെയ്യണം അതേപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി.